ഹലോ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീട്ടിൽ നല്ല സുഖമായി സേഫായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം വീണ്ടും നമ്മുടെ കൊറോണയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഭയങ്കര സേഫായിട്ട് തന്നെ വീട്ടിലിരിക്കുക. ഇപ്പോൾ പുറത്ത് പോകുമ്പോൾ മാക്സിമം നിങ്ങൾ മാസ്കൊക്കെ വെച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുക. കാരണം ഇപ്പം പഴയതുപോലെ തന്നെ പതിയെ പതിയെ ഈ ഒരു അസുഖം സീരിയസ് ആയി വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. അതുകൊണ്ട് പേടിയൊന്നും വേണ്ട, ടെൻഷനൊന്നും വേണ്ട. നമ്മൾ സ്വയം നമ്മളെ ഒന്ന് ശ്രദ്ധിക്കുക, ആരോഗ്യം ശ്രദ്ധിക്കുക. മാക്സിമം പുറത്ത് പോകുമ്പം മാസ്ക് വെക്കുക, അസുഖങ്ങളൊന്നും വരുത്താതെ നോക്കുക. കുട്ടികളെയൊക്കെ വളരെ സേഫായിട്ട് നോക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പപ്പായ, അതിൻ്റെ ഒരു ഗുണത്തെക്കുറിച്ചിട്ടാണ്. പപ്പായ കഴിക്കുന്നതുകൊണ്ടുള്ള ദോഷങ്ങളും ഗുണങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളൊന്ന് മാക്സിമം ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ ലൈക്ക് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര നല്ല വീഡിയോ ഇട്ടെന്ന് പറഞ്ഞാലും ലൈക്സ് വീഡിയോയ്ക്ക് പ്രതീക്ഷിക്കുന്ന അത്ര ലൈക്സ് വരാറില്ല. അപ്പോൾ മാക്സിമം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ താമസിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ വിശപ്പില്ലായ്മയ്ക്കും ദഹനമില്ലായ്മയ്ക്കും മലബന്ധത്തിനും കഴിക്കാൻ പറ്റിയ നല്ലൊരു നാടൻ പഴം തന്നെയാണ് പപ്പായ. ഈ പപ്പായ ഒരു സീസണൽ ഫ്രൂട്ടല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടുവളപ്പിൽ മിക്കവരുടെ വീടുകളിലും ഈ ഒരു സാധനം എപ്പോഴും കാണും. നമ്മൾ പൈസ കൊടുത്ത് ഇങ്ങനെ വെളിയിൽ നിന്ന് ഫ്രൂട്ട് വാങ്ങി കഴിക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ വീടുകളിൽ സ്ഥിരമായുള്ള ഈ ഒരു പപ്പായ നമ്മൾ മിസ് ചെയ്യാണ്ട് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഈ വിശപ്പില്ലായ്മയൊക്കെ ഉള്ളവർ കാണും, നമ്മുടെ ദഹനമില്ലായ്മ അങ്ങനെയൊക്കെ ഉള്ളവർ കാണും. ആഹാരത്തിന് ശേഷം നമ്മൾ സാലഡ് കഴിക്കുന്ന, ഫ്രൂട്ട്സ് കഴിക്കുന്നതൊക്കെ നല്ലതാണെന്ന് പറയും. അതുപോലെ തന്നെ ആഹാരത്തിന് ശേഷം ഈ പപ്പായ കഴിക്കുവാണെങ്കിൽ നമ്മുടെ ദഹനത്തിന് നല്ലതാണ്. പിന്നെ നമുക്ക് മുന്നോട്ട് വിശപ്പിന് നല്ലതാണ്. അപ്പം നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ വിരശല്യമുള്ളവർ കാണാം. അതിപ്പോൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും അതിനൊരു പ്രായമില്ല. വിരശല്യം ഉള്ളവർ ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവർ നമ്മുടെ ഈ പച്ച പപ്പായ തോരൻ വെച്ച് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അത് നമ്മുടെ ഈ വിരശല്യം കുറയ്ക്കാൻ നല്ലൊരു മരുന്നാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വിരശല്യം കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ കിഡ്നിയുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും കിഡ്നിയുടെ ആരോഗ്യം നിലനിർത്താനും യൂറിക് ആസിഡ് വരാതിരിക്കാനും അത് വന്നവർക്ക് അത് കുറയ്ക്കാനും പറ്റിയ നല്ലൊരു ഫ്രൂട്ടാണ് പപ്പായ. ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾ, അലർജി ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ടാണ് പപ്പായ. മിക്കവർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ, ഇങ്ങനൊരു ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ എല്ലാ ഫ്രൂട്ടും കഴിക്കാൻ പറ്റില്ല. പക്ഷേ ഇതൊരു ഡൗട്ടും കൂടാതെ കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു ഫ്രൂട്ടാണ് പപ്പായ. നമ്മുടെ സ്കിന്നിന് പപ്പായ നല്ലൊരു മരുന്നാണെന്ന് പറഞ്ഞു. അത് പല രീതിയിൽ ഇപ്പം മാർക്കറ്റിലൊക്കെ ആണെങ്കിലും ഓൺലൈനിലൊക്കെ ആണെങ്കിലും നമ്മുടെ പപ്പായ കൊണ്ടുള്ള ഫേഷ്യൽ, പപ്പായ പാക്കൊക്കെ കിട്ടും. പക്ഷേ സ്കിന്നിന് നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ അത് അകമേ കഴിക്കുന്നതാണ്. നമ്മൾ കഴിക്കുന്നത് വഴിയാണ് കുറച്ചും കൂടെ ബെനിഫിറ്റ് കൂടുതൽ. കാരണം നമ്മുടെ ഏജിങ്ങൊക്കെ കൺട്രോൾ ചെയ്യാൻ, നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചുളിവുകളൊക്കെ കൺട്രോൾ ചെയ്യാൻ ഈ പപ്പായ നല്ലൊരു മരുന്നാണ്. അത് നമ്മൾ മുഖത്ത് പുരട്ടുന്നതിനേക്കാളും കൂടെ കുറച്ചും കൂടെ എഫക്റ്റ് നമ്മൾ കഴിക്കുമ്പോഴാണ് കിട്ടാറ്. പൊതുവെ എല്ലാവരും ഈ പപ്പായ പഴുത്തത് കിട്ടുമ്പോൾ നമ്മൾ പൊതുവെ ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കാനാണ് സാധാരണ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ചെയ്യാറ്. പക്ഷേ അതിനേക്കാളും നല്ലത് നമ്മളത് കഴിക്കുന്നത് കൊണ്ടാണ് നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് കിട്ടുക. അപ്പം നിങ്ങളതൊന്ന് നോട്ടീസ് ചെയ്തോളുക. പപ്പായയിൽ ധാരാളം വിറ്റാമിൻസും മിനറൽസും എല്ലാം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇത് ചെറുപ്പം മുതലേ ശീലിപ്പിക്കാവുന്നതാണ്. കാരണം എന്താ പറയുക, അവരുടെ ഒരു ബുദ്ധി വളർച്ചയ്ക്കും അവരുടെ ഒരു ആരോഗ്യത്തിനും പപ്പായ നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പെൺകുട്ടികൾ ഇത് കഴിക്കാൻ പാടില്ല എന്ന്. അങ്ങനെ ഒന്നുമില്ല. പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും ഒരുപോലെ കഴിക്കാൻ പറ്റുന്നൊരു നല്ല ഫ്രൂട്ട് തന്നെയാണ് പപ്പായ. പിന്നെ ഒഴിവാക്കേണ്ടതെന്ന് പറഞ്ഞാൽ പ്രഗ്നൻ്റ് ആയ സ്ത്രീകൾ പപ്പായ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. അത് പ്രഗ്നൻ്റ് ആയ സ്ത്രീകൾ കഴിക്കുന്നത് കൊണ്ട് കൂടുതൽ ദോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. പക്ഷെ അല്ലാത്ത പക്ഷം ഇത് കഴിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നമില്ല. പ്രഗ്നൻ്റ് ആയ സ്ത്രീകൾ മാക്സിമം പപ്പായ കഴിക്കുന്നത് ഒഴിവാക്കുക. പപ്പായ നമുക്ക് ചിലവർക്ക് പപ്പായ പച്ച പപ്പായ കറി വെച്ച് കഴിക്കാൻ താല്പര്യം ഉള്ളവർ കാണില്ലായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇത് ഫ്രൂട്ട് പഴുത്തിട്ട് കഴിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ പഴുത്തത് കഴിക്കാൻ മടിയുള്ളവർക്ക് ഇത് പാലിൽ മിക്സ് ചെയ്ത് ജ്യൂസായിട്ട് കുടിക്കാം. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. മാക്സിമം നമ്മളിത് അല്ലാതെ തന്നെ കഴിക്കാൻ ശ്രമിക്കുക.
പിന്നെ ഈ പപ്പായ വെച്ചൊരു ഫേസ് പാക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ പപ്പായയിൽ ഹണി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. നല്ലൊരു ഫേസ് പാക്കാണ്. അത് നമ്മുടെ ഫേസിന് ഗ്ലോ തരും, ബ്രൈറ്റനിങ് ആകും. അത് വേണമെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്യാൻ. നല്ല റിസൾട്ട് കിട്ടുന്നൊരു ഫേസ് പാക്കാണ്. അതുപോലെ തന്നെ വേറെ ഏത് രീതിയിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം നിങ്ങൾ പപ്പായ ഫേസിൽ ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ലത് നമുക്ക് കഴിക്കുന്നത് തന്നെയാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഏജിങ്ങൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, നമ്മുടെ റിങ്കിൾസൊക്കെ മാറ്റാൻ വേണ്ടി പറ്റിയ ഒരു ഫ്രൂട്ടാണ് പപ്പായ. അതാദ്യം മുതലേ നിങ്ങൾ ശീലിക്കാൻ നോക്കുക. നമ്മുടെ ഡെയിലി റുട്ടീനിൽ ഈ പപ്പായ ഉൾപ്പെടുത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. മാത്രമല്ല നമുക്കുണ്ടാകുന്ന പല അസുഖങ്ങൾക്കും ഈ പപ്പായ നല്ലൊരു മരുന്നാണ്. വയറ്റിലുണ്ടാകുന്ന ക്യാൻസറിന് കാരണമാകുന്ന വിഷാംശങ്ങൾ ഇല്ലാതാക്കാൻ ഈ പപ്പായ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പീരിയഡ്സുമായി ബന്ധപ്പെട്ടുള്ള വേദനകൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഈ പപ്പായ കഴിക്കുന്നത് വഴി അതിനൊരു ഒരു കൺട്രോൾ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ പറ്റിയ ഒരു മരുന്നും കൂടിയാണ് പപ്പായ. അതുപോലെ തന്നെ ഈ പച്ച പപ്പായ ജ്യൂസ് അടിച്ചിട്ട് അതിനകത്ത് തേൻ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ തൊണ്ടയ്ക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കാണില്ലേ, ടോൺസിൽ അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. അതിനൊക്കെ നല്ലൊരു പരിഹാരമാണ് ഈ പച്ച പപ്പായ കൊണ്ടുള്ള ഈ ജ്യൂസ്. അപ്പം ഇതുപോലൊക്കെയുള്ള അറിവുകളാണ് എനിക്കുള്ളത്. ഇത് ഞാൻ പലയിടത്തുനിന്ന് കേട്ടതും അനുഭവമുള്ളതൊക്കെയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇത് ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു സൈഡ് എഫക്റ്റോ ഒരു ദോഷമോ ഉണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ടും കാണാം. പിന്നെ എടുത്തു പറയുന്നത്, നിങ്ങൾ സേഫായിട്ടിരിക്കുക. വീട്ടിൽ കൊറോണയൊക്കെയാണ്, അതുകൊണ്ട് സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക. പുറത്ത് പോയാൽ മാക്സിമം മാസ്കൊക്കെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. കുട്ടികളെയൊക്കെ വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബായ്.